മരം ഒരു വരമാണ്. നമുക്ക് കാണാം, എനിക്ക് എൻ്റെ പുറകിൽ കാണാം, നമുക്ക് ഈ ഒരു മരം ഫുട്പാത്തിൽ ഏകദേശം ഇപ്പം പുതിയതായിട്ട് കെട്ടിയ ഒരു ഫുട്പാത്താണ്. അപ്പോൾ നമുക്ക് ഫുട്പാത്തിൽ ഏകദേശം ഫുള്ളായിട്ട് ഈ ഒരു മരമുണ്ട്. അപ്പോൾ ഈ മരത്തിനെ സേവ് ചെയ്തിട്ടാണ് ഈ ഒരു ഫുട്പാത്ത് പണിതിരിക്കുന്നത്. അപ്പോൾ ഈ മരം മുറിച്ച് കളഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു ഫുട്പാത്ത് ഇവിടെ പണിയേണ്ടത്, അല്ലെങ്കിൽ മരം വെച്ചുകൊണ്ട് നമുക്ക് അറിയാം ഇതിലെ കൂടി നടക്കുമ്പോൾ ഒക്കെ നല്ല തണുപ്പും തണലും ഏകുന്നുണ്ട്. അപ്പോൾ ഇത് മുറിച്ച് കളഞ്ഞിട്ട് വിജനമായ മൈതാനം പോലെ ആക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മരങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു നഗരമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമ്മളിപ്പോൾ പേരെന്താ? സലീം. സലീം. ഞാൻ ഇതിനാണ് യോജിക്കുന്നത്. ഏത്? തണലും വേണം, നമുക്ക് യാത്ര സൗകര്യം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, ഇതൊക്കെ മുറിച്ച് കളഞ്ഞ് ഇതിലൊക്കെ നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആളുകൾക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് അങ്ങോട്ടും മുറിച്ചാൽ നമ്മളില്ലാതെ ഇതിൽ വേല നന്നായിട്ട് കേൾക്കും. അപ്പോൾ അതിന് നമുക്ക് ഒരു ശിക്ഷയാണ് ഈ മരം. മരം വേണം. മരം ഇല്ലെങ്കിൽ മനുഷ്യരില്ല. ഇല്ലാത്തത് നമുക്ക് ജീവവായു തരുന്ന ഈ ഒരു മരം. അപ്പോൾ പേരെന്ന് പറഞ്ഞത് സലീം. സലീമൊക്കെ പറയുന്നത് മരം അത്യാവശ്യമാണ്. അതായത് ഈ ഒരു ഫുട്പാത്ത് മറ്റ് നഗരങ്ങൾക്ക് ഡൽഹിയിലും ഭോപ്പാലിലും അല്ലെങ്കിൽ മധ്യപ്രദേശിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവരെ മാക്സിമം മരങ്ങളെ സേവ് ചെയ്തിട്ട് അവരെന്തും ഒരുക്കുള്ളൂ. അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയി. അതുപോലെ തന്നെ നമ്മൾ ചെയ്യണത് ആണല്ലേ. ഇപ്പൊ പണിതാണ്. അപ്പൊ നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് ഈ ഒരു മരങ്ങളൊക്കെ, പഴയ മരങ്ങളൊക്കെ ഇവിടെ സേവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഫുട്പാത്ത് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ഫുട്പാത്ത് ഇങ്ങനെ ഒരുക്കുമ്പോൾ ഈ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ്, അതായത് ഒരു മൈതാനം പോലെ ആക്കിയിട്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ മരങ്ങളെ നിലനിർത്തിക്കൊണ്ടാണോ? മരങ്ങളെ നിലനിർത്തിക്കൊണ്ട് നല്ലത്. മരങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഫുട്പാത്ത് ഉണ്ടാക്കുന്ന നല്ലത്. അത് ഇപ്പൊ ചെയ്തത് കറക്റ്റ് ആണോ? കുഴപ്പമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ പറയുന്ന കേട്ടോ, ഇതൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് വീൽ ചെയറൊക്കെ ഓടിക്കാൻ ഈ ടൗണിന് തന്നെ ഒരു തണലും തണുപ്പും കിട്ടുന്ന സ്ഥലമല്ലേ മരങ്ങൾ. അതെ അതെ. അപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതുപോലെ മരങ്ങൾ സംരക്ഷിക്കുക മാക്സിമം. പേരെന്താ? പേര് ജോസ്. ജോസ്. ഓക്കെ. ഇത് നമുക്കിവിടെ കാണാം, ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പണിതാണ്. അപ്പോൾ നമുക്ക് ഇതാണ്, ഈ മരമൊക്കെ ഇവിടെ സേവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈലൊക്കെ ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു മരങ്ങളൊക്കെ ഇവിടുന്ന് വെട്ടി മാറ്റിയിട്ട് വേണമായിരുന്നോ ഇതുപോലെ ടൈലൊക്കെ ഇട്ട് സെറ്റാക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ഈ മരങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തണലും തണുപ്പും ഏകിയിട്ട് വേണോ ചെയ്യാനായിട്ട്? വികസനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. എന്നാലും ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് ഈ മരങ്ങൾ നിലനിർത്തുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അതും കൂടെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വികസനത്തിന് ഒരു തുടർച്ച ഉണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത്. പേരെന്താണ്? എൻ്റെ പേര് വിനീതാനന്ദ സരസ്വതി. വിനീതാനന്ദ. ഏതാണ് മഠം? മഠം മങ്കര, പാലക്കാട്. മംഗല പാലക്കാട്. ഓക്കെ. അപ്പോൾ മരങ്ങളെ സേവ് ചെയ്യണം, അതുപോലെ മരങ്ങളെ സംരക്ഷിക്കണം എന്നാണ് സ്വാമി പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അത് വേണം. താങ്ക് യു. നഗര നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പണിതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത് മരങ്ങളെയൊക്കെ പരമാവധി സേവ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ എന്താണ് അഭിപ്രായം? നല്ല കാര്യം. പേരെന്താ? സജീവൻ. എന്താണ് പറയാനുള്ളത്? ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതിനെ കൊണ്ട് ഇത് മാറ്റണം എന്നാണോ, അല്ലെങ്കിൽ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ ശേഷം ആണോ ഇതൊക്കെ ചെയ്യേണ്ടത്? മരങ്ങൾ റോഡിൻ്റെ ഇപ്പുറത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇത് നല്ല കാര്യം തന്നെയാണ്. ഒരു തണൽ വൃക്ഷങ്ങൾ സൈഡിൽ തണൽ വൃക്ഷം ആവശ്യമുണ്ട്. ഇവിടെ നിൽക്കാൻ തന്നെ തണുപ്പുണ്ടെന്നോ? അതെ അതെ അതെ. മെഹറൂഫ് ഭായി, ഇത് പുതിയതായിട്ട് പണിത ഒരു ഫുട്പാത്താണ്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല തണലും തണുപ്പുണ്ട്. ഈ ഒരു ഫുട്പാത്ത് പണിത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, മരങ്ങളൊക്കെ സേവ് ചെയ്തുകൊണ്ടാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നല്ല വിജനമായ ഒരു ഫുട്പാത്താണ് ആവശ്യം, അല്ലെങ്കിൽ ഈ മരങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട്? ഒരിക്കലുമല്ല. കുറച്ച് അരമണിക്കൂർ മുമ്പ് നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഭയങ്കര വെയിലത്തായിരുന്നു. അതായത് അപ്പം അനുജൻ പറഞ്ഞ് അങ്ങോട്ട് മൈതാനിൻ്റെ മുമ്പിൽ നല്ല തണലുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം 1 മണിക്കൂറോടെ ഇവിടെ നിൽക്കുന്നത്. നല്ല തണുത്ത നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ എന്ത് വില കൊടുത്തും നിലനിർത്തുക തന്നെ വേണം ഈ മരങ്ങളെ നിലനിർത്തിയാൽ മാത്രമേ മനുഷ്യന് സുഖമായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പോൾ ഈ മരങ്ങളെ മുറിച്ച് മാറ്റിക്കൊണ്ട് ഇത് പണിയണമെന്ന് പറഞ്ഞത് തെറ്റാണ്? ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇല്ല. അപ്പോൾ എന്ത് വില കൊടുത്തും ഈ തണൽ ഇവിടെ നിലനിർത്തുക തന്നെ വേണം. അപ്പോൾ മനുഷ്യനായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിറങ്ങിയൊക്കെ പോകാം. ഓക്കെ. തെറ്റാണ് പണിതത്. ഇതൊക്കെ മുറിച്ച് മാറ്റിയിട്ട് വീൽ ചെയർ പോകാൻ പറ്റുന്ന രീതിയിൽ പണിയണമായിരുന്നു. അപ്പോൾ അതിന് ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണോ ശരി, അല്ല ഇപ്പോൾ പണിതത് മരങ്ങളൊക്കെ സേവ് ചെയ്തിട്ട് ഈ ഒരു ഫുട്പാത്ത് ഇങ്ങനെ ഒരുക്കിയതാണോ ശരി എന്നായിരുന്നു നമ്മളെ ചോദ്യം. രണ്ടും ആവശ്യമാണ്. രണ്ടും ഈ പറഞ്ഞത് നമ്മളിപ്പോ മരം സംരക്ഷിക്കണം എന്ന് പറയുന്നത് ഒരു വിഭാഗം, അത് നമ്മുടെ പ്രകൃതിനെ ബാലൻസ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. അതേ സമയത്ത് ഈ വീൽ ചെയറിൽ പോകുന്ന കൂട്ടർക്ക് അതിൻ്റെ ഒരു സംരക്ഷണം കൂടി ഒരുക്കണം എന്നുള്ളതിന് ഇതിന് ഒന്നുകിൽ സർക്കാരിന്റെ തന്നെ അധീനതയിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് അതിനുള്ളൊരു സ്പേസ് ഒരുക്കി കൊടുക്കണം. ഇതിനെല്ലാം പുറമെ ഇത് ഫുട്പാത്തിൽ ഉള്ളത് മാത്രമല്ല,
രാത്രി കാലങ്ങളിൽ ഏറ്റവും അപകടം നിറഞ്ഞ ആ റോഡ് റോളറിന്റെ മുമ്പിലുള്ള മരം, അതിനൊരു ഇൻഡിക്കേറ്ററോ റിഫ്ലക്ടറോ പോലും ഇല്ല. അതിന്റെ തൊട്ടടുത്ത് ഡിവൈഡർ ഉണ്ട്. അപ്പോൾ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് പോലെയുള്ള ബസ്സുകളോ ഓട്ടോറിക്ഷയോ ഇവിടെ കുറച്ച് സന്ധ്യ ആയി കഴിഞ്ഞാൽ പ്രകാശം തന്നെ കൃത്യമായിട്ടില്ല. അപ്പൊ അതിന് ഒന്നുകിൽ ആ മരം എന്ത് ചെയ്യും, അവിടെ ഒരു ആക്സിഡന്റ് പോയി എത്രയോ ആൾക്കാർ അപകടം വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അബദ്ധവശാൽ ആ മരത്തിന് പോയി ഇടിച്ചിട്ട് ഒരു വലിയ അപകടം പറ്റിയിട്ട് അതിനുശേഷം ആ മരം മുറിച്ചിട്ട് കാര്യമുണ്ടോ? ഈ അഭിപ്രായം നമ്മളൊരു എന്താ പറയണ്ടേ, ഒരു സമൂഹത്തോട് ബാധ്യതയില്ല ഒരു നിലയിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇത് ആരോട് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ അതിനില്ല ഏറ്റവും ഇതാണ് ഈ മാധ്യമങ്ങളിലൂടെ തന്നെ നമ്മൾക്ക് പറയുന്നത്. അത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് എത്തിക്കുക. ഈ മരം അത്ര നിങ്ങൾ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക. നേരമായി ഈ ഒരു പോലീസ് മൈതാനിയുടെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങൾ പുതിയ നമ്മുടെ ഫുട്പാത്ത് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മരങ്ങളെ സേവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫുട്പാത്ത് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് തന്നെയും ഇവിടെ നിൽക്കാനും അതുപോലെ ഇത് നടക്കാനൊക്കെ നല്ലൊരു കുളിരാണ്. അപ്പോൾ ഈ മരങ്ങളെ സേവ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫുട്പാത്ത് ഒരുക്കിയതിന് അതായത് നമ്മുടെ ഇതിൻ്റെ അധികാരികൾ നല്ല കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് എതിരഭിപ്രായമുള്ളവരുണ്ടാവും, മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് വേണമായിരുന്നു ഇതൊക്കെ പണിയാണെന്ന്. അപ്പോൾ അവർക്കും ഇതിന് അഭിപ്രായം പറയാം. ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഓരോരുത്തരും കമൻറ്റ്, ഇത് ഇങ്ങനെ ചെയ്താണോ ശരി അല്ലെങ്കിൽ ഇത് തെറ്റാണോ എന്ന് നിങ്ങൾക്ക് അഭിപ്രായപ്പെടാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.